ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് കുറച്ച് ടിപ്പായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈച്ചടിയും കൊതുകിൻ്റെയൊക്കെ ശല്യം വല്ലാതെ കൂടുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു റെമഡി ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ലിലോട്ട് ഒരു 10-20 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഗ്രാമ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. ഇത് മുഴുവനായിട്ട് അങ്ങനെ ഇടുന്നതിനെക്കാട്ടും ഒന്ന് ചതച്ചിടുമ്പോൾ കുറച്ചും കൂടി നല്ല അതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ച് കഴിഞ്ഞാൽ മതി. ഒരുപാട് അങ്ങോട്ട് പൊടി പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുപ്പത്തെ ഒരു സോസ് പാനിൽ ഞാനൊരു 2 കപ്പോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച ഗ്രാമ്പു നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുക്കുക അതൊന്നും വേണ്ട. നല്ലപോലെ ഒന്നൊരു തിള വന്ന ശേഷം ഒരു 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി നന്നായിട്ട് തിളപ്പിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിള വരുമ്പോൾ ഒരു 1 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വീട് മൊത്തത്തിൽ നല്ലൊരു മണമാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി വരാതിരിക്കാനും അതുമാതിരി ചെറിയ പ്രാണികൾ ഇപ്പോൾ അടുക്കളയിലൊക്കെ നമ്മൾ ഒരു ചെറിയ പ്രാണികൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതൊക്കെ വരാതിരിക്കാനും ഉറുമ്പുകൾ ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് ഉറുമ്പുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ വീടിനകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു നാരങ്ങയുടെ നീരാണ്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 പച്ചക്കർപ്പൂരം നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചക്കർപ്പൂരത്തിന് അതുപോലെ വിനീഗറും ഈ ഗ്രാമ്പൂൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഈ ചെറിയ പ്രാണികളെയൊക്കെ തുരത്താൻ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറേ ദിവസത്തോളം ഒരു 4-5 ദിവസത്തേക്കൊക്കെ നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതങ്ങനെ ഇതായി പോവുകയൊന്നുമില്ല, കേടുവന്ന് പോവുകയൊന്നുമില്ല. നമുക്കത് 4-5 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിത് ഒരു കുപ്പിയിലോട്ടോ ഒരു സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിലോട്ടോ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അരിച്ചിട്ടൊന്നുമില്ല. അരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കർപ്പൂരത്തിൻ്റെ ഇതൊക്കെ പോവും. അപ്പോൾ പതുക്കെ നമ്മളൊന്ന് കുറച്ച് ആറാനായിട്ട് വെക്കില്ല. ആ ഒരു സമയത്ത് ഗ്രാമ്പൊക്കെ ഇങ്ങനെ അടിയിൽ പോയിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വളരെ പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്രാമ്പു അവസാനം അങ്ങോട്ട് കിടക്കും. ആ ഒരു ഭാഗം അങ്ങോട്ട് കളഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കർപ്പൂരമൊക്കെ ചിലപ്പോൾ പോവും കേട്ടോ അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എവിടെയാണോ പ്രാണിയുടെ ശല്യമൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യമൊക്കെ കൂടുതലുണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ കൗണ്ടർ ടോപ്പാണ്, കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിങ്ങനെ തുടച്ചെടുക്കാം. നമുക്ക് പണികളൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസത്തിലൊരു 2-3 തവണയൊക്കെ നമ്മൾ കൂടുതൽ തവണയൊക്കെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കും. ആ ഒരു സമയത്ത് ഈ ഒരു ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് കേട്ടോ അത് എഫക്റ്റ് ഉണ്ടാവുക. അല്ല ഒരു ദിവസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടയ്ക്കുന്ന സമയത്തൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് തുടയ്ക്കുന്ന സമയത്ത് കുറച്ചധികം ആ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ ചെറിയ ഉറുമ്പുകളും സൈഡിലൊക്കെ ഉണ്ടാവില്ലേ, ഉറുമ്പുകളും ചെറിയ പ്രാണികളും അങ്ങനത്തെ ഒന്നും വരില്ല. അതുമാതിരി പാറ്റകൾ അതൊന്നും വരില്ല. അതുമാതിരി പല്ലി വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ചുമരിൽ ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. ഇനി നമുക്ക് ഒരു ടിപ്പും കൂടിയുണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു ടിപ്പും കൂടിയുണ്ട്. അതും കൂടി എന്താ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടയ്ക്കുന്ന ബക്കറ്റിലോട്ട് പുൽത്തൈലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുൽത്തൈലൊക്കെ നമുക്ക് സാധാരണ ഈ കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഈ ഫിനോയിലും അതുപോലെ ഡിഷ് വാഷറും അതിൻ്റെയൊക്കെ ലിക്വിഡൊക്കെ ഉള്ള കടകളില്ലേ, അങ്ങനത്തെ കടകളിലൊക്കെ നമുക്ക് ഈ പുൽത്തൈലം വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പുൽത്തൈലം നല്ല സ്മെല്ലാണ് കേട്ടോ, അതിന് നല്ല കുത്തുന്നൊരു വാസനയാണ്. അപ്പോൾ അത് ഈച്ചകളെയൊക്കെ തുരത്താനായിട്ട് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ പുൽത്തൈലം. അപ്പോൾ അത് നമ്മൾ തുടയ്ക്കുന്ന ബക്കറ്റിലോട്ട് ആ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു അടപ്പ് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പൊക്കെയാണ് തുടയ്ക്കുന്നത് വെച്ചാലും കുറച്ച് വെള്ളത്തിലോട്ട് ഇതുപോലെ നമ്മൾ പുൽത്തൈലം ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ കാണിച്ച മാതിരി ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ആക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുത്തു കഴിഞ്ഞാലും നല്ല എഫക്റ്റീവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മാത്രം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കല്ലുപ്പുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. പുൽത്തൈലം മാത്രമായാലും മതി. കല്ലുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഉറുമ്പുകൾ സൈഡിൽ കൂടെയൊക്കെ നമ്മുടെ ടൈലിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ അങ്ങനെ ഉറുമ്പ് ഇങ്ങനെ അരിച്ചരിച്ച് പോണത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ആ ഉറുമ്പിനെയൊക്കെ തുരത്താനാണ് നമ്മൾ ഈ കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഉണ്ടാവും. പക്ഷേ കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് മാത്രം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഈച്ചയുടെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി 2 തവണ തുടയ്ക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഡെയിലി നമ്മളത് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് വളരെ നമുക്കത് എഫക്റ്റീവായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള 2 ടിപ്പാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞ മാതിരി ഒറ്റ തവണയൊന്നും ചെയ്താലൊന്നും ഇത് പോവില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ദിവസത്തിലൊരു 3-4 പ്രാവശ്യം നമ്മൾ ഒരുപാട് തവണ കൗണ്ടർ ടോപ്പ് തുടയ്ക്കണം. തുടയ്ക്കുമ്പോൾ മൊത്തം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഉറുമ്പിൻ്റെയും പാറ്റടി ഈച്ചടി ശല്യമൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.